ദിസ് ഈസ് ദ വ്യൂ നൗ. ഇത്ര ചൂട് തോന്നുന്നല്ലേ പുറത്ത്. എനിവേ, ഞാനൊരു കാര്യം പറയാൻ വന്നതാണ്. ലെറ്റ് മീ turn this and see whether it is coming correctly. Hopefully this is working out. Just wanted to show that for my video because adaptability പറയാൻ വേണ്ടിയിട്ടാണ്. ഞാൻ ഒരു ഔട്ട് ഗോയിങ് പേഴ്സൺ ആണെന്നാണ് എൻ്റെ ഒരു കോൺസെപ്റ്റ് കേട്ടോ. ബിക്കോസ് ഐ ഓൾവേസ് വാണ്ടഡ് ടു ഡു സംതിങ് ഓർ ദ അതർ. തുരുന്നിരിക്കും. ബട്ട് ഐ ഗോട്ട് അഡാപ്റ്റഡ് ടു ദിസ് പ്ലേസ്. ഞാനിപ്പോൾ ഇതിൻ്റെ അകത്തിരിക്കുകയാണ്. ഐ എം നോട്ട് വർക്കിംഗ് നൗ. റൈറ്റ് നൗ ഐ എം നോട്ട് ഡൂയിങ് എനി 9 to 5 ജോബ്. അപ്പോഴും എനിക്ക് ചെയ്യാൻ പറ്റുന്നതെല്ലാം ഞാൻ ഈ സോഷ്യൽ മീഡിയയിലൂടെ ചെയ്യുന്നുണ്ട്. വൈ ഐ എം ടെല്ലിങ് യു ദിസ് ഈസ്, ചില കുട്ടികൾ നാട്ടിലിരുന്നിട്ട് ചെറിയ ട്രിവ്യാസിന് വേണ്ടിയിട്ട് ദേ ആർ മേക്കിംഗ് എ ബിഗ് ഫസ്. ട്രിവ്യാസ് എന്ന് ഞാൻ ഉദ്ദേശിക്കുന്നത് മദർ ഇൻ ലോയുടെ ടേബിളിൽ എപ്പോഴും സ്പൂൺസ് വന്നിട്ട് ഹെഡ്സ് അപ്പ് ആയിട്ട് വയ്ക്കണം, ഇല്ലെങ്കിൽ അവർ വന്നിട്ട് തിരിച്ചിടും. ഓഫ് കോഴ്സ് ദാറ്റ് ഈസ് ദെയർ റൂൾ. മക്കളെ, നിങ്ങൾ മനസ്സിലാക്കൂ. അവരുടെ ഒരു സ്പേസ് അവർ കാവ് ഔട്ട് ചെയ്തെടുത്തിട്ടുണ്ടായിരിക്കാം. ഇഫ് യു ജസ്റ്റ് ഗിവ് ഇറ്റ് എ തോട്ട്. നിങ്ങളുടെ വീട്ടിലും അങ്ങനെയായിരിക്കും നിങ്ങളുടെ അമ്മ ചെയ്യുന്നുണ്ടാവുക. അവർ വേറെ രീതിയായിരിക്കുന്നത് മാത്രം. സോ പ്ലീസ് അണ്ടർസ്റ്റാൻഡ്, ഡോണ്ട് കംപ്ലെയിൻ ഫോർ ഓൾ ദി സ്മോൾ തിങ്സ്. നിങ്ങൾ അഡാപ്റ്റ് ചെയ്യാൻ പറ്റുന്നില്ലെങ്കിൽ നല്ല കാര്യമല്ലേ അതൊക്കെ ഒന്ന് അഡാപ്റ്റ് ചെയ്യൂ. അഡാപ്റ്റ് ചെയ്യാൻ പറ്റുന്നില്ലെങ്കിൽ carve out your little space. Your husband will be earning something, അല്ലേ? അതിനകത്ത് ഒതുങ്ങി ജീവിക്കാൻ പഠിക്കൂ. ഇപ്പം ഞങ്ങളൊക്കെ മദ്രാസിലേക്ക് അല്ലെങ്കിൽ ബോംബെയിലേക്കൊക്കെ പോകുന്ന ആൾക്കാരില്ലേ കല്യാണം കഴിഞ്ഞിട്ട്, അതിൻ്റെ ഉള്ളിലല്ലേ ജീവിക്കുന്നത്. പ്ലീസ് ട്രൈ ടു അണ്ടർസ്റ്റാൻഡ്. ഞാൻ പെൺകുട്ടികളെ എന്താ പറയുക, ഒരുപാട് കൊഞ്ചിക്കുന്നു എന്നാണ് എല്ലാവരും പറയുന്നത്. പക്ഷേ പോകെ എനിക്ക് തോന്നുന്നുണ്ട് ഐ നീഡ് ടു കം ഔട്ട് ആൻഡ് ടെൽ സർട്ടൻ ബിറ്റർ ഹാർഷ് ഫാക്ട്സ്. ട്രൂത്ത് എന്നല്ല പറയേണ്ടത്, ഫാക്ട്സ്. ഇത് എല്ലാവരുടെയും മനസ്സിലുള്ള ചോദ്യങ്ങളും ഉത്തരങ്ങളും ആണെന്ന് എനിക്ക് തോന്നുന്നത്. അതായത് മദർ ഇൻ ലോയുടെ സ്പേസിലേക്ക് നമ്മളൊരു പുതിയ ആൾ ഗസ്റ്റായിട്ട് വരുമ്പോൾ ഞാൻ അവരോടും പറഞ്ഞിട്ടുണ്ട്, ദിസ് ഈസ് ഫോർ ദ ഗേൾസ്. ഓക്കെ, ഇപ്പോൾ വന്നിട്ട് മദർ ഇൻ ലോ പറയണൊക്കെ ഞങ്ങൾ കേൾക്കാൻ എന്ത് സ്ലേവ്സ് ആണോ എന്ന് വന്നിട്ട് പറയും. അതല്ല, യു ജസ്റ്റ് ഗോ ആൻഡ് സീ ഓൾ ദ അതർ ഡീൽസ് വിച്ച് ഐ ഹാവ് ഡൺ ഫോർ യു. ഇത് എനിക്ക് പറയണം എന്ന് തോന്നി. ബിക്കോസ് ട്രിവ്യാസിന് വേണ്ടി കംപ്ലയിൻസ് ചെയ്തുകൊണ്ടിരിക്കാനുള്ളതല്ല നമ്മുടെ ലൈഫ് ഈസ് ബ്യൂട്ടിഫുൾ. അത് നിങ്ങൾ എല്ലാ ദിവസവും രാവിലെ എഴുന്നേൽക്കുമ്പോൾ ഒന്ന് പറഞ്ഞു നോക്കൂ. ഓക്കെ, ദിസ് ഈസ് ദ ടേക്ക് അവേ ഫോർ ദിസ് റീൽ. ഓക്കെ, ബൈ.